ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. 9:30-യോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് വിലാപയാത്രയായി ആറാട്ടുപുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് രഞ്ജിത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കും. കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ വൈകിട്ട് 3 മണിക്ക് സർവകക്ഷി യോഗം ചേരും. ശനിയാഴ്ച രാത്രിയാണ് SDPI നേതാവ് കെ സ്റ്റാൻ കൊല്ലപ്പെട്ടത്. തുടർന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെയും കൊലപാതകം. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇന്നലെ രണ്ട് ഭാഗത്തു നിന്നും അത്യന്തം ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത്. അതിനുശേഷം മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഈ രാത്രിയിൽ ഉണ്ടായിട്ടുണ്ടോ? കിരൺ, നിലവിൽ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസിനെ തെളിവിലേക്ക് നയിക്കുക. അതുകൊണ്ട് CCTVയുമായി ബന്ധപ്പെട്ട് ഇന്നലെ 12 പേര് ഇരുചക്ര വാഹനത്തിൽ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതും ഒപ്പം തന്നെ മറ്റ് ഒരു കാറിൽ സഞ്ചരിച്ച ആളുകളാണ് ഷാനിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും. ഇത് സംബന്ധിച്ച് ഈ 2 CCTV വിഷ്വൽസ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ സ്ഥലത്തെ ക്രമസമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു പോലീസ്. അത് വളരെ ശ്രമകരവുമായിരുന്നു. കാരണം ഷാന്റെ സംസ്കാര ചടങ്ങിലൊക്കെ ഒരുപാട് ആളുകളാണ്, SDPI പ്രവർത്തകരാണ് ആലപ്പുഴയിലേക്ക് തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ വേണം ഇന്നലെ രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഇന്നലെ രാത്രിയോടുകൂടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇട നൽകിയത്. കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് നൽകാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകർ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലേക്ക് തള്ളിക്കയറുകയും പിന്നീട് K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയാണ് അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുകയും എന്നാൽ അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് നൽകാത്തതിൽ വലിയ തോതിൽ അപലപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഒരു സംഘർഷം നിലനിന്നിരുന്ന ആ പ്രദേശത്ത് ജനങ്ങളെ പ്രത്യേകിച്ച് BJP പ്രവർത്തകരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഏകദേശം 8 മണിയോടുകൂടിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് തന്നെ BJP പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. തുടർന്നാണ് രഞ്ജിത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നത്തേക്ക് മാറ്റിയത്. പ്രധാനമായും 2 ഇടങ്ങളിൽ 2 വിലാപയാത്രകളായി നീങ്ങുമ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നതിനായി പോലീസിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നത്തേക്ക് മാറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ 9:30യോടുകൂടി രഞ്ജിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടു നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം രഞ്ജിത്ത് അഭിഭാഷകനാണ്. അതുകൊണ്ട് ആലപ്പുഴ ബാർ അസോസിയേഷനിലേക്ക് വിലാപയാത്രയായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെ പൊതുദർശനമുണ്ടാകും. പിന്നീട് രഞ്ജിത്തിന്റെ വെള്ളക്കിണറുള്ള വീട്ടിലും പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാണ് വലിയഴിക്കലുള്ള കുടുംബ വീട്ടിലേക്ക് രഞ്ജിത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. അപ്പോൾ ഈ വലിയഴിക്കൽ എന്നൊക്കെ പറയുന്നത് കായംകുളത്തിനടുത്താണ്. അത്ര ദീർഘദൂരമായൊരു യാത്ര ഇന്നലെ രാത്രി അനുവദിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത്. എന്തായാലും ഉച്ചയ്ക്ക് 3:00 സംസ്കാരം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റ് BJP പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ 9 മണിക്ക് ശരീരം ഏറ്റുവാങ്ങുന്നതിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്താനാണ് K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇന്ന് 10 മണിയോടുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രമസമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അതിന്റെ ഭാഗമായി 3 മണിക്ക് ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സർവകക്ഷി യോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ തുടങ്ങിയ ആളുകളും മറ്റ് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. അതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള അന്തരീക്ഷത്തെ സംബന്ധിച്ചും അതിനെ എങ്ങനെ ഒരു അയവ് വരുത്താം എന്നതിനെ സംബന്ധിച്ചുമുള്ള ചർച്ചകളാകും പ്രധാനമായും ഉണ്ടാവുക. കാരണം ഇന്നലെ നടന്ന സംഭവത്തിൽ പോലീസിന് പലയിടങ്ങളിലും വീഴ്ച വന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ആക്ഷേപം ഉയർന്നിരുന്നു. കാരണം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ആലപ്പുഴയിൽ 2 കൊലപാതകങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷത്തിന് അയവ് വരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിലൂന്നിയായിരിക്കും ഇപ്പോൾ കാര്യങ്ങൾ അതിന് പ്രഥമ പ്രാധാന്യം നൽകിയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. കിരൺ, ശരി.
ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് വിശദമായി തന്നെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട SDPI നേതാവ് K. ഷാന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രദേശത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായാണ് ഷാന്റെ മൃതദേഹം സ്വദേശമായ മണ്ണഞ്ചേരിയിൽ എത്തിച്ചത്. പൊന്നാട്ടെ വസതിയിലെത്തിച്ച മൃതദേഹം തുടർന്ന് വീടിന് സമീപത്തെ മൈതാനിയിലും പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. രാത്രി 7 മണിയോടെ മൃതദേഹം പൊന്നാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ ശക്തമായ പോലീസ് നിരീക്ഷണം തുടരുകയാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 ആലപ്പുഴ. കടുവ ഭീതി ഒഴിയാതെ വയനാട് കുറുക്കൻമൂല. കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നലെ രാത്രി നടന്ന തെരച്ചിലും വിഫലമായി. തമിഴ്നാട് മുതലമലയിൽ നിന്നുള്ള മയക്കുവെടി വിദഗ്ധരും തെരച്ചിൽ പങ്കെടുത്തിരുന്നു. കടുവ വനപ്രദേശത്തേക്ക് നീങ്ങിയതായാണ് സൂചന. തെരച്ചിൽ ഇന്നും തുടരും. വയനാട് മാനന്തവാടി കുറുക്കുമൂലയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ 21 ദിവസത്തിന് ശേഷവും പിടികൂടാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള മയക്കുവെടി വിദഗ്ധരും തെരച്ചിലിൽ പങ്കെടുത്തു. കടുവയെ പിടികൂടാൻ വൈകുന്നത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ജനങ്ങൾ വളരെ ഭീതിയിലാണുള്ളത്. കാരണം വയനാട്ടിലെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ദീർഘമായ ദിവസം ഒരു തെരച്ചിൽ നടത്തേണ്ടി വന്നിട്ടില്ല. ഇത്രയും കൂടുതൽ മൃഗങ്ങളെ തുടർച്ചയായി പിടിച്ചിട്ടുമില്ല. പക്ഷേ ഇതിൽ വനപാലകർ ഇതിനെ പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനമുള്ളത്. പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് പോകും. കടുവ അവശതയിലാണുള്ളത്. കടുവ വനപ്രദേശത്തേക്ക് നീങ്ങുന്നതായി സൂചനകളുണ്ട്. കടുവയുടെ സഞ്ചാര വേഗത കുറഞ്ഞതായാണ് കണക്കുകൂട്ടുന്നതെന്നും DFO ഷജിന ന്യൂസ് 18 പറഞ്ഞു. ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചുകൂടെ കൺഫൈൻഡ് ആയിട്ട് കാവേരിപ്പോയിൽ അമ്മാനി ഭാഗങ്ങളിൽ അതിന്റെ ഒരു പ്രസൻസ് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 180 പേരടങ്ങുന്ന വനംവകുപ്പ് സേനയും പോലീസും ഉൾപ്പെടെയുള്ളവരാണ് തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. കടുവയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കെണിയിലാക്കുകയോ മയക്കുവെടി വയ്ക്കുകയോ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഇപ്പോൾ 22 ദിവസമാകുന്നു പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നു. 180 പേർ പല ടീമുകളായി തിരിഞ്ഞൊക്കെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടാവും കടുവയെ പിടികൂടാൻ സാധാരണഗതിയിൽ ഇത്രയേറെ താമസം ഉണ്ടാവാറില്ല? എന്താണ് വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം? കിരൺ, ഇത് ജനവാസ പ്രദേശമാണെങ്കിലും ഇതിന് സമീപമൊക്കെ ഈ വന സ്വഭാവമുള്ള ഭൂമിയുണ്ട്. വനത്തിന്റെ ചില റിസർവ് വനങ്ങളുടെ ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനവാസ പ്രദേശത്ത് കടുവ ഇത്തരം പ്രദേശങ്ങളിലേക്ക് മറയുന്നതോടെ ഈ തെരച്ചിൽ ദുഷ്കരമാകുന്നു. ഇത്തരത്തിലുള്ള കണ്ടെത്തലും പ്രയാസത്തിലാവുകയാണ് ചെയ്യുന്നത്. വളരെ വിദഗ്ധരായ ആളുകളാണ് ഈ 180 അംഗം വരുന്ന വന സേനയിലുള്ളത്. ഇവർ വിവിധ ടീമുകളിലായിട്ട് തെരച്ചിൽ നടത്തിയിട്ടും കടുവയുടെ സജീവമായ സാന്നിധ്യത്തിന് തെളിവുകൾ ലഭിക്കുന്നുണ്ട് എന്നല്ലാതെ കടുവയെ ലൊക്കേറ്റ് ചെയ്യാനോ മയക്കുവെടി വെക്കാൻ തക്ക പാകത്തിൽ കടുവയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തായാലും ഇനി ജനവാസ പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങാതെ നോക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. മാത്രമല്ല, കടുവ ഉൾവനങ്ങളിലേക്ക് കടന്നു, ഇതിന് സമീപമുള്ള റിസർവ് വനങ്ങളിലേക്ക് കടന്നു എന്ന് പറയുമ്പോഴും തിരിച്ചു വരാനുള്ള സാധ്യതയും വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. അപ്പൊ അത്തരം ജാഗ്രതാ പ്രവർത്തനങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. അതേസമയം മറുവശത്ത് ഈ കടുവയെ കണ്ടെത്താനും കെണിയിലാക്കാനും മയക്കുവെടി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടുവ ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുമെന്ന് പറയുമ്പോൾ അതിനെന്താണ് സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയുന്നത്? കൃത്യമായിട്ടും ഈ ജാഗ്രതാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പട്രോളിംഗ് ശക്തമാക്കുക, ഈ ജനവാസ പ്രദേശങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ഒക്കെ പിടിക്കുന്ന സ്വഭാവത്തിന് ഈ നമ്മളെ കന്നുകാലികളുടെ തൊഴുത്തുകളിൽ വെളിച്ചമിടുക, കൂടുതൽ ജാഗ്രത രാത്രിയിൽ പുലർത്തുക എന്ന് തന്നെയാണ് പ്രായോഗികമായി ചെയ്യാൻ കഴിയുക. പക്ഷെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ തെരച്ചിലിനിടയിൽ തന്നെ രാത്രി വിവിധ പട്രോളിംഗ് ഗ്രൂപ്പുകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. ഒരു വയനാട് നിന്നും രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മാർക്കറ്റിലെ ആക്രിക്കടയ്ക്ക് തീ പിടിച്ചു. അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, രാത്രി എപ്പോഴായിരുന്നു തീപിടുത്തമുണ്ടായത്? മറ്റേതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ആളുകൾക്ക് പരുക്കോ മറ്റോ?
കിരൺ, ഇന്ന് പുലർച്ചെ 3:50 തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് വലിയങ്ങാടിക്ക് സമീപമുള്ള ആഫ്രിക്കടയിലായിരുന്നു തീപിടുത്തം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ നെല്ലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീപിടുത്തത്തിനുള്ള കാരണം എന്താണ് എന്ന് സംബന്ധിച്ച് വിശദ പരിശോധനകൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നതാണ് പ്രാഥമിക നിഗമനം. ശരി, പ്രസാദ് ഉണ്മശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കേരയിൽ പദ്ധതിക്കെതിരെ തിരുവനന്തപുരം കരിക്കകത്തും പ്രതിഷേധം. പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ യാർഡ് നിർമ്മിക്കാൻ പ്രദേശത്തെ ഭൂമി ഏറ്റെടുക്കാൻ നീക്കമുണ്ടെന്നറിഞ്ഞതോടെയാണ് പ്രദേശവാസികൾ സമരവുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന സിൽവർ ലൈൻ പാതയ്ക്കായി കൊച്ചുവേളി മുതലാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. എന്നാൽ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം സർവേ ഉദ്യോഗസ്ഥരെത്തി. പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ യാർഡ് നിർമ്മിക്കാൻ ഈ പ്രദേശത്ത് നിന്നും വൻതോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക. അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നമ്മൾ കരിക്കുക അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. നമ്മൾ പരിപാലനമായി എത്ര വർഷം കൊണ്ട് നമ്മളിവിടെ താമസിച്ചുകൊണ്ട് നമ്മൾ ജനിച്ചുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഇത് നശിച്ചു പോകുന്നുള്ള തോന്നലിൽ നമ്മളിപ്പം എല്ലാ ജനങ്ങളെല്ലാം കൂടെ മൊത്തത്തിൽ ഇവിടെ നാട്ടിൽ മൊത്തത്തിൽ ഇറങ്ങുകയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒട്ടും ഉപകാരമല്ലാത്ത പദ്ധതിയാണ് ഈ പദ്ധതി. അതുകൊണ്ട് ഈ പദ്ധതിയെ നാട്ടുകാരെല്ലാവരും കൂടെ രീതിയിൽ ചേർക്കുമെന്ന് തന്നെ നമ്മൾ പറയാനുള്ളത്. ജനത്തിനെ ഭീതിയിലാക്കിക്കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത്. ഒരു സ്ഥലത്തുനിന്നും ഒരു അംഗീകാരവും നേടാതെ തന്നെ കല്ലിട്ട് കയ്യേറുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇത് വരിക എന്ന് പറഞ്ഞാൽ വളരെ ധിക്കാരപരമാണ്. അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് വേറെ മാർഗ്ഗമൊന്നുമില്ല, ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുക്കുക എന്നുള്ളതല്ല. അത് ഈ കരിക്കകത്ത് നിവാസികൾ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊതുസ്ഥലത്ത് കല്ലിട്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് യാതൊരുവിധ അറിയിപ്പും കൊടുത്തിട്ടില്ല. നമുക്കറിയാം, സാമൂഹ്യാഘാത പഠനം നടത്തിയിട്ടില്ല, പരിസ്ഥിതിയാഘാത പഠനം നടത്തിയിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ ബോർഡിൻ്റെ തന്നെ അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷേ പദ്ധതിയുമായിട്ട് ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. സ്ഥലം വിട്ടു നൽകാൻ തയ്യാറില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ ആശങ്ക കേട്ടു. കേരളത്തിൽ നിലവിലുള്ള റെയിൽവേ സംവിധാനം, ആ റെയിൽവേ സംവിധാനത്തിൽ അതിനെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതിനു പകരം ഒരു പുതിയ റെയിൽവേ പദ്ധതിയുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്നാണ് എനിക്ക് കേരളത്തിലെ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കരിക്കകം മേഖലയും കേരയിൽ പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് സൂചനയുണ്ടായതോടെ പ്രദേശവാസികൾ സംഘടിക്കുകയാണ്. സർവേ നടപടികൾ ആരംഭിച്ചതോടെ മേഖലയിലെ ഭൂമിയുടെ ക്രയവിക്രയം പൂർണ്ണമായി നിലച്ചു. ജനകീയ സമിതികൾ വിളിച്ചു ചേർത്ത് സമരം ശക്തിപ്പെടുത്താനാണ് നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTC ശമ്പള വിതരണം ഇന്നു മുതൽ തുടങ്ങുമെന്ന് മാനേജ്മെന്റ്. 20 ദിവസം വൈകിയാണ് ശമ്പളം വിതരണം ചെയ്യുന്നത്. ശമ്പള വിതരണം നടത്തുമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഇന്നു മുതൽ നടത്താനിരുന്ന ഡ്യൂട്ടി ബഹിഷ്കരണ സമരം TDF മാറ്റിവെച്ചു. എല്ലാ മാസവും 5-ാം തീയതിക്കകം ശമ്പളം നൽകിയില്ലെങ്കിൽ പണിമുടക്കുൾപ്പെടെയുള്ള ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും TDF അറിയിച്ചു. BMSും ഡ്യൂട്ടി ബഹിഷ്കരണ സമരം മാറ്റിയിട്ടുണ്ട്. എന്നാൽ ശമ്പളം ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ 150ലേക്ക്. 6 പുതിയ കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ മഹാരാഷ്ട്രയിൽ ആകെ കേസുകൾ 54ആയി. ടാൻസാനിയയിൽ നിന്നും ഗുജറാത്തിലെ രാജ്കോട്ടിലെത്തിയ ഒരാൾ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ 22 പേരിലാണ് ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഡൽഹിയിൽ കോവിഡ് ബാധിതർ 6 മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന തോതിലെത്തി. 24 മണിക്കൂറിനിടെ 107 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സാഹചര്യം വിലയിരുത്താൻ ഡൽഹി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇന്ന് യോഗം ചേരും. പാർലമെന്റ് സമ്മേളനം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സമവായ നീക്കവുമായി സർക്കാർ. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുമായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചർച്ച നടത്തും. രാജ്യസഭാ നേതാവ് പീയൂഷ് ഗോയലും പങ്കെടുക്കും. പ്രതിപക്ഷ നേതാക്കൾ രാവിലെ യോഗം ചേർന്ന് സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കും. അതേസമയം സിവിൽ, വാണിജ്യ, കുടുംബ തർക്കങ്ങളിൽ കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒത്തുതീർപ്പാക്കുന്നത് സംബന്ധിച്ച മധ്യസ്ഥ ബിൽ രാജ്യസഭയിൽ ഇന്ന് അവതരിപ്പിക്കും. തർക്കങ്ങളിൽ വേഗം പരിഹാരമുണ്ടാക്കുകയും കോടതിയിൽ കേസുകളുടെ എണ്ണം കുറയ്ക്കുകയുമാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ ഇന്ന് പാസാക്കും. ലോക്സഭയിൽ വിലക്കയറ്റം, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിലും രാജ്യസഭയിൽ ഒമിക്രോൺ സംബന്ധിച്ചും ചർച്ച നടക്കും. കേന്ദ്ര സർക്കാരിന്റെ സദ്ഭരണ വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. രാജ്യത്ത് തീർപ്പാകാത്ത പൊതുജന പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. ഇതുവരെ സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനാണ് കണക്കുകൂട്ടൽ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഫോൺ ചോർത്തൽ ആരോപണവുമായി സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവാണ് ആരോപണം ഉന്നയിച്ചത്. ജനങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടാനും പണം മോഷ്ടിക്കാനുമാണ് പ്രതിപക്ഷം ഇഷ്ടപ്പെടുന്നതെന്നും ആദിത്യനാഥ് തിരിച്ചടിച്ചു. ഉത്തർപ്രദേശിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിശേഷിപ്പിച്ചത് ഉപയോഗി എന്നായിരുന്നു. ബിജെപിയുടെ ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തെ അനുപയോഗി പ്രയോഗവുമായാണ് അഖിലേഷ് യാദവ് പ്രതിരോധിക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാക്കളുടെ ഓഫീസുകളിലും വീടുകളിലും ഇൻകം ടാക്സ് റെയ്ഡ് നടന്നതിന് പിന്നാലെയാണ് അഖിലേഷ് യാദവ് ആരോപണവുമായി രംഗത്തെത്തിയത്. യോഗി ആദിത്യനാഥ് ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുകയാണെന്നും എല്ലാ ദിവസവും വൈകുന്നേരം ഈ ഫോൺ സംഭാഷണങ്ങൾ മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. പരാജയ ഭീതിയിലാണ് ബിജെപി എന്നും അഖിലേഷ് വിമർശിച്ചു. കലാപകാരികളെ പിന്തുണയ്ക്കാനും പശുക്കടത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനുമാണ് പ്രതിപക്ഷത്തിന് താൽപര്യമെന്ന് യോഗി ആദിത്യനാഥ് തിരിച്ചടിച്ചു. ജനങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടാനും പണം മോഷ്ടിക്കാനുമാണ് പ്രതിപക്ഷം ഇഷ്ടപ്പെടുന്നതെന്നും ആദിത്യനാഥ് ആരോപിച്ചു. ന്യൂസ് 18 ഡൽഹി. മണ്ണാർക്കാട് തങ്ങയങ്കലത്ത് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയെന്ന പരാതിയുമായി നാട്ടുകാർ. ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് സംഭവം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി മണ്ണാർക്കാട് DFO. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, പുലി ഇറങ്ങിയെന്ന നാട്ടുകാരുടെ പരാതി, വനംവകുപ്പിന് അങ്ങനെ പുലി ഇറങ്ങി എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭ്യമായിട്ടുണ്ടോ? കിരൺ, ഈ മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയാണ് വലിയ തോതിൽ ആളുകൾ ഈ പ്രദേശത്ത് പുലിയിറങ്ങിയതായും വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ആരോപണവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ തത്തേങ്കലം ഭാഗത്ത് പുലിയെ നേരിട്ട് കണ്ട ആളുകൾ ഉണ്ട് എന്നും നാട്ടുകാർ വ്യക്തമാക്കി. അവിടെ പുലിയെ പിടിക്കുന്നതിനുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വേണം, കൂട് സ്ഥാപിക്കണം എന്നത് ഉൾപ്പെടെയായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും വനം വകുപ്പ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പുലി ഇറങ്ങി എന്ന കാര്യം വനം വകുപ്പും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വനത്തോട് ചേർന്നുകൊണ്ടുള്ള സൈലന്റ് വാലി ബഫർ സോണുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ആശങ്ക വളരെ ഗൗരവമുള്ളത് തന്നെയാണ് എന്ന് തന്നെയാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ പുലിയെ പിടിക്കാൻ കഴിഞ്ഞ ഒരു 3 മാസത്തോളമായി ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി 10ഓളം വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചതായും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി വലിയ തോതിലുള്ള പ്രക്ഷോഭമെല്ലാം തന്നെ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വനം വകുപ്പും മണ്ണാർക്കാട് DFO എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ തീർത്ഥാടന കാലം. കോവിഡ് സാഹചര്യങ്ങളിൽ അയവ് വന്നതിനാൽ ശബരിമല തീർത്ഥാടനത്തിന് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി. സന്നിധാനത്ത് നേരിട്ട് നെയ്യഭിഷേകം നടത്താൻ അനുമതി നൽകിയ സർക്കാർ തീരുമാനം ഭക്തർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് 60,000 ഉയർത്തിയതോടെ സന്നിധാനത്തേക്ക് കൂടുതൽ ഭക്തരും എത്തിത്തുടങ്ങും. ശബരിമല തീർത്ഥാടകർ അഭിഷേകത്തിന് കൊണ്ടുവരുന്ന അതേ നെയ്യ് തന്നെ തിരിച്ചു ലഭിക്കുന്നില്ലെന്ന പോരായ്മ ദേവസ്വം ബോർഡ് സർക്കാരിനെ ധരിപ്പിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ഭക്തർക്ക് നേരിട്ട് രാവിലെ 7 മണി മുതൽ 12 മണി വരെ നെയ്യഭിഷേകം നടത്താൻ അനുമതി നൽകിയത്. അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന നെയ്യ് കൗണ്ടറിൽ കൊടുത്ത് അഭിഷേകം ചെയ്യുന്ന രീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ട് നിവേദനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങൾക്ക് നെയ്യഭിഷേകം നേരിട്ട് നടത്തുവാനുള്ള അനുവാദവും അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി എത്തിച്ചേരുന്ന അയ്യഭക്തന്മാരുടെ എണ്ണം 60,000 വർദ്ധിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് അനുവാദം നൽകിയിട്ടുണ്ട്. ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ സന്നിധാനത്തേക്ക് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതിനാൽ അപ്പവിതരണത്തിനുള്ള പ്രതിസന്ധി പരിഹരിക്കാനും അരവണ നിർമ്മാണം വർദ്ധിപ്പിക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അരവണ നിർമ്മാണവും കൂടുതൽ വർദ്ധിപ്പിക്കുവാനായിട്ട് കൂടുതൽ ജീവനക്കാരെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ട് അരവണ നിർമ്മാണവും വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. അപ്പം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ത്വരിതഗതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കാനനപാത വഴിയുള്ള യാത്ര അനുവദിച്ചതും ഭക്തർക്ക് സന്തോഷ വാർത്തയാണ്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 സന്നിധാനം.
കോഴിക്കോട് ഫ്ളാറ്റ് തട്ടിപ്പിൽ മുൻ അത്ലറ്റ് ജമ്മ ജോസഫിന് പിന്നാലെ പണം നഷ്ടമായ കൂടുതൽ പേർ രംഗത്ത്. 20 ലക്ഷം രൂപ വാങ്ങിയെങ്കിലും ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്ത് നൽകാതെ സ്കൈവാച്ച് ചെയർമാൻ ആർ മുരളീധരൻ കബളിപ്പിക്കാനെന്ന് ആരോപിച്ച് കക്കോട് സ്വദേശി പ്രജീഷ് പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 ഫോളോ അപ്പ്. മെലോ ഗ്രൂപ്പിന്റെ സ്കൈവാച്ച് സമുച്ചയത്തിൽ 50 ഫ്ളാറ്റുകളാണുള്ളത്. കക്കോടി സ്വദേശി പ്രജീഷ് 40 ലക്ഷം രൂപയുടെ ഫ്ളാറ്റിന് പകുതി തുക മുൻകൂർ കൊടുത്തിരുന്നു. എന്നാൽ പറഞ്ഞ സമയത്ത് ഫ്ളാറ്റ് കൈമാറിയില്ല. പണം തിരികെ നൽകാനും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രജീഷ് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കോർപ്പറേഷനിൽ നിന്ന് കെട്ടിട നമ്പർ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് മുരളീധരൻ കബളിപ്പിക്കുകയാണെന്ന് പരാതിക്കാരൻ പറയുന്നു. ഞാൻ മെല്ലോ ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ വർഷങ്ങളായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. പലതവണ നമ്മൾ അതിൻ്റെ ബിൽഡിംഗ് ഓണറോടും കൺസ്ട്രക്ട് ചെയ്ത ആളോടും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇതേവരെ അവർ ആരും തന്നെ ഈ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ കോർപ്പറേഷനിൽ നിന്ന് ടാക്സ് അടച്ചിട്ടില്ല എന്നെല്ലാമാണ് അറിയുന്നത്. എന്തെല്ലാം അഭ്യൂഹങ്ങളും ദുരൂഹതകളും ആ ഫ്ലാറ്റിൻ്റെ കാര്യത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലാണ് പരാതി ഉള്ളത്. ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്ത് 46 ലക്ഷം രൂപ തട്ടിയെന്ന മുൻ അത്ലറ്റ് താരം ജമ്മ ജോസഫിന്റെ പരാതിയിൽ ആർ മുരളീധരനും ഇടനില നിന്ന കായിക താരം PT ഉഷയും ഉൾപ്പെടെ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സമാന രീതിയിൽ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ അടുത്ത ദിവസങ്ങളിൽ പരാതിയുമായി രംഗത്തു വരുമെന്ന് പ്രജീഷ് പറഞ്ഞു. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. നാടെങ്ങും ശുചിത്വവും ശുദ്ധജലവും ഉറപ്പാക്കാനുള്ള ക്രിയാത്മക ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ശുദ്ധജലവും ശൗചാലയ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ വളരെ ശ്രദ്ധ വേണം. അത്തരം കാര്യങ്ങൾ ഏറെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളും പലയിടങ്ങളിൽ ഗൗരവത്തോടുകൂടി തന്നെ നടക്കുന്നുണ്ട്. ഹാർപിക്, ന്യൂസ് 18 മിഷൻ പാനി ക്യാമ്പയിൻ ഗുജറാത്തിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. The organization name is Blind People's Association, but it works for all categories of disabilities across the state of Gujarat and for people with disabilities across the country for the project called Community-Based Rehabilitation. And we touch every dimension of life of a person with disability. When it comes to water and sanitation, we have been fighting a battle for many years because people with disabilities need more water, need more safe water. इसके लिए हमारे देश ने एक नया कानून लाया है, राइट्स ऑफ पर्सन विद डिसेबिलिटीज एक्ट 2016. उसके सेक्शन 24 में ये मैंडेट दिया गया है कि हर एक जो व्यक्ति है, जो दिव्यांग है, उसको सेफ ड्रिंकिंग वाटर और सैनिटेशन की सुविधाएं मिलनी चाहिए. आप कल्पना कीजिए कि एक नेत्रहीन व्यक्ति जो गांव में रहता है, यदि उसको 2 किलोमीटर दूर जाकर पानी लाना पड़ेगा, ये शायद उसके लिए संभव नहीं है. एक दिव्यांग लड़की, एक दिव्यांग महिला जो गांव में रहती है, यदि उसको ओपन डेफिकेशन के लिए जाना पड़ेगा, कितनी तकलीफ, संभव नहीं है कि वो रात का इंतज़ार करे, अंधेरे का इंतज़ार करे. यदि वो मेंटली चैलेंज है, जो अपने आप को मैनेज नहीं कर पाती है, जिसको किसी का असिस्टेंस चाहिए, तो उसके लिए टॉयलेट होना आवश्यक है. बहुत खुशी होती है कि हमारे देश ने, हमारे प्रधानमंत्री ने स्वच्छ भारत अभियान की शुरुआत की है और उस अभियान के तहत हर एक घर में टॉयलेट बने, हर एक घर में शौचालय बने, ये अनिवार्य है. लेकिन ये शौचालय एक्सेसिबल होना चाहिए, सुगम्य होना चाहिए, ताकि दिव्यांग व्यक्ति उसको उपयोग कर सके. ഇനി കായിക